أرسلنا نوحا إلى قومه وأرسلنا لوطا إلى قومه. ഒരു യൂണിവേഴ്സൽ മെസ്സഞ്ചർ എന്ന് പറയാൻ പറ്റില്ല. അതേ സമയത്ത് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, സകല മണ്ഡലങ്ങളിലേക്കും. അതിനർത്ഥം പറഞ്ഞാൽ തീരൂല, ആ വാക്കിനർത്ഥം തീരൂല. എന്തുകൊണ്ട്? ആലമീനെ പിന്നെ നാം പരിചയപ്പെടുന്നത് റബ്ബിലേക്ക് ചേർത്തുകൊണ്ടാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആലമീനെ നമ്മൾ റബ്ബിൽ പരിചയപ്പെട്ടു, പിന്നെ റിസാലത്തിൽ പരിചയപ്പെടുന്നത് മുഹമ്മദിയത്തിലാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ. റഹ്മത്തിന് ഓരോ സ്ഥലത്തും ഓരോ അർത്ഥം മാറും. ഇവിടെ അതിനർത്ഥം നുബൂവത്ത്, വേറെയും അർത്ഥം വെക്കാം. ഇർസാല് പറഞ്ഞതുകൊണ്ട് നുബൂവത്താണ് ഉദ്ദേശം എന്നാണ് പ്രമുഖ വ്യാഖ്യാനം. അശ്അരി ശാഫിഈ വിഭാഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പണ്ഡിതനായിരുന്ന മഹാനായ ഷെയ്ഖ് മുത്തവല്ലി ഷഅറാവി റഹ്മഹുല്ലാ 20-ാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും പ്രഗത്ഭനായ മുഹദ്ദിസും മുഫസ്സിറും ഷാഫിഈ മദ്ഹബിലെ ഇരുത്തം ചെന്ന പണ്ഡിതനും അശ്അരി ത്വരീഖത്തിലെ ഏറ്റവും പ്രഗത്ഭനായ സഈമും എല്ലാമായിരുന്നു ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുത്തവല്ലി ഷഅറാവി റഹ്മഹുല്ലാ. അദ്ദേഹത്തിൻ്റെ ചാനലിൽ അദ്ദേഹത്തിൻ്റെ തഫ്സീർ വന്നിരുന്നു 1990-കളിൽ. ഞാൻ അദ്ദേഹത്തിൻ്റെ ആ ചാനലുകളിൽ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് അദ്ദേഹത്തിൻ്റെ തഫ്സീറുകൾ അങ്ങനെ ചാനലുകൾ സംപ്രേഷണം ചെയ്തിരുന്നു. അങ്ങനെ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ തഫ്സീർ പല വ്യാഖ്യാനങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ റഹ്മത്ത് എന്ന വാക്കിന് നുബുവത്ത് എന്നാണ് ഉദ്ദേശം എന്ന് അദ്ദേഹം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഫവജദ അബ്ദൻ മിൻ ഇബാദിനാ ആതൈനാഹു റഹ്മത്തൻ മിൻ ഇൻദിനാ വഅല്ലംനാഹു മിൻ ലദുന്നാ ഇൽമാ. ഫളൽ അതായത് യൂണിവേഴ്സിൽ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ ലോകങ്ങൾ, നമ്മൾ അറിയപ്പെട്ട ലോകവും അറിയപ്പെടാത്ത ലോകവും, ആ അർത്ഥം. അതെ, അതാണല്ലോ ഒരു ആലം. ഒരു യൂണിവേഴ്സ് ആണ് എന്ത്? ഒരു ആലം. അറിയപ്പെടാത്തതും ഉണ്ടാവും, അതാണ് ആലമീന. അത് ബഹുവചന. ആലമും ആലമീനയും രണ്ടാണ്. ആലം ലോകം, ആലമീൻ ലോകങ്ങൾ. അപ്പം അറിയപ്പെട്ടതാണ് എന്ത്? അതെ. അതേ സമയത്ത് അറിയപ്പെട്ടത് മാത്രമല്ല, അറിയപ്പെടാത്തതും നമുക്കറിയൂല, നമുക്കറിയില്ല. നമുക്ക് അവിടേക്ക് വാതിൽ തുറന്നു കിട്ടിയില്ല. നാം പോർട്ടലുകളെക്കുറിച്ച് പ്രഭാഷണം നടത്തിയല്ലോ. എന്താ പറയുക? പിന്നെ യജൂജ് മജൂജിൽ ഞാൻ പോർട്ടലുകളെക്കുറിച്ചൊരു പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. കേൾക്കാത്തവർ കേട്ടിരിക്കണം, കേൾക്കാത്തവർ കേൾക്കണം. ആ പ്രഭാഷണം വീണ്ടും കേൾക്കണം. പോർട്ടലുകളെക്കുറിച്ച് പ്രഭാഷണം നടത്തിയ ഒരു പുതിയ വാതിൽ തുറന്നതാണ്. ആ വാതിൽ ചിലപ്പോൾ ഇവിടെ ഉണ്ടാവും, ഇപ്പോൾ ഇവിടെ വേറൊരു കൂട്ടരുണ്ടാവും. ഇപ്പോൾ ഇവിടെ വേറൊരു കൂട്ടരുണ്ടാവും. അവർക്ക് വേറൊരു ലോകം, വേറെ അറ്റ്മോസ്ഫിയർ ഒക്കെ വേറെ ആയിരിക്കും. ഇവിടെ തന്നെ ഉണ്ടാവും ഒരു കൂട്ടർ, അതിൻ്റെ മേലെ വേറൊരു കൂട്ടരുണ്ടാവാം, അതിൻ്റെ മേലെ വേറൊരു കൂട്ടരുണ്ടാവാം. അല്ലാഹു ആലം. ഏഴാകാശം വാനം ഒക്കെ തുറന്നോവർ. അപ്പൊ തുറന്നു നടക്കാം. ഞാൻ എന്തെങ്കിലും തുറക്കണം? അട്ടിയായ ലോകങ്ങളുണ്ട്, ആ ലോകങ്ങളിലേക്ക് തുറക്കാം. മനസ്സിലായില്ലേ? ഇതിൻ്റെ ഇടയിലൊക്കെ തുറന്നു കൊടുക്കുക, കാര്യങ്ങൾ കാണുക. അതിൻ്റെ അപ്പുറം തുറക്കുക, എല്ലാം തുറന്നു കൊടുക്കുക. അതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. വകദാലിക നുരി ഇബ്രാഹിമ മലക്കൂത്ത് സമാവാത്ത്, ആകാശങ്ങളുടെ ലോകങ്ങൾ തുറന്നു കൊടുക്കുക. ബാബിലോണിയയിൽ സ്വന്തം വീട്ടിലിരുന്ന് കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ജെറൂസലേമിൽ സ്വന്തം വീട്ടിലിരുന്ന്, അല്ലെങ്കിൽ ഹിബ്രോണിൽ സ്വന്തം വീട്ടിലിരുന്ന് കാണിച്ചു കൊടുക്കുക. സയ്യിദ്ന ഇബ്രാഹിമിന് അലൈഹിസ്സലാം അവർക്കതൊക്കെ കാണാൻ കഴിയും. റസൂൽ മുസ്തഫ അവിടെയൊക്കെ പോയി, പുണ്യ റസൂൽ അങ്ങോട്ട് പോയി.
അവർ പോയില്ല. പുണ്യ റസൂലിൻ്റെ പ്രത്യേകത എന്താ? റസൂൽ അവിടത്തേക്കൊക്കെയുള്ള മെസ്സഞ്ചർ ആയതുകൊണ്ട് അവിടെ പോയി, അവിടെയെല്ലാം പോയി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞുകൊണ്ട് റസൂൽ എന്ന ആൾ റസൂലാണ്, ഒരു സൃഷ്ടിക്കും റസൂലാണ്, ഒരു സൃഷ്ടിയെ പഠിച്ചോ ആ സൃഷ്ടിക്കും റസൂലാണ് മുഹമ്മദ് മുസ്തഫ. പിന്നെ എന്താ വേണ്ടത്? അതിന് ഓരോന്നിനും ഓരോ അതിനൊരു സമയമുണ്ട്. ഇന്നാലിന്ന സമയം മുതൽ ഇന്നാലിന്ന സമയം വരെ. ആ സമയം അതത്തുഹു റിസാലത്തും എന്ന് പറഞ്ഞാൽ നേരത്തെ റസൂൽ അല്ലായല്ല, എന്നും റസൂലാണ് മുഹമ്മദ് മുസ്തഫ. റസൂൽ ആയതുകൊണ്ട്, മുഹമ്മദ് എന്നാൽ റസൂൽ ആയതുകൊണ്ടാണ് മറ്റുള്ള മുർസലുകൾ റസൂലായത്. എന്തുകൊണ്ട്? ഈ നബിയിൽ നിന്നാണ് അവർക്കെല്ലാം കിട്ടിയത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഈ റിസാലത്ത് സൃഷ്ടിലോകത്ത് എന്നോ തുടങ്ങിയതാണ്. മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞത്. ഇവിടെ വന്നെ ഗാർ ഹിറയിൽ വെച്ചാണ് റസൂലായതെന്ന് വിചാരിക്കരുത്, അത് തെറ്റായ വായനയാണ്. റസൂൽ എന്നും റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ എന്നും കൃത്യമാണ്. റസൂൽ ജനിച്ചപ്പോഴേ റസൂലാണ്. റസൂൽ ഉമ്മാൻ്റെ വയറ്റിൽ കിടക്കുമ്പോൾ റസൂലാണ്. അതായത് ജിബ്രീൽ വന്നപ്പോൾ തിരുത്തേണ്ട ഒരു കാര്യം റസൂലിന് ഉണ്ടായില്ല. എന്തുകൊണ്ട്? റസൂൽ കൃത്യമാണ്, നേരത്തെയും റസൂലാണ്. ജിബ്രീൽ വന്നിട്ട് തിരുത്തേണ്ട ഒന്നും ഉണ്ടായില്ല. ഈ ഖുർആൻ കിട്ടിയിട്ട് ഇത്രയും കാലമായിട്ട് 10-60 വയസ്സായിട്ട് നമുക്ക് കിട്ടാത്തതാണ് ഖുർആൻ വരുന്നതിന് മുമ്പ് റസൂലിന് കിട്ടിയത്. നമ്മളിപ്പോൾ 3 പ്രഭാഷണം നടത്തിയത് അമാനത്തിനെ പറ്റി. ഈ റമളാൻ കഴിഞ്ഞപ്പോൾ നമ്മൾ 3 പ്രസംഗം നടത്തിയിട്ടുണ്ട് അമാനത്തിനെ പറ്റി. അതായത് ഒരു മനുഷ്യന് കിട്ടാവുന്നതിൻ്റെ പരമാവധിയാണ് എന്ത്? അമാനത്ത്. ലാ ഈമാന ലിമൻ ലാ അമാനത്ത ലഹു, അമാനത്തില്ലാത്തവന് ഈമാനില്ല എന്ന് പുണ്യ റസൂൽ. അമാനത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ദി ഔട്ട്പുട്ട് ഓഫ് യുവർ ദീൻ. നിൻ്റെ ദീനിന്, നിൻ്റെ ആത്മാർത്ഥതക്ക് നിൻ്റെ ഔട്ട്പുട്ടാണ്, അതിൻ്റെ ശേഷിപ്പ്, അതിൻ്റെ ബാക്കി പത്രമാണ് എന്ത്? ഈമാൻ. ദി ഔട്ട്പുട്ട് ഓഫ് യുവർ ലൈഫ്, നിൻ്റെ ലൈഫിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയാം. നമ്മൾ മരിക്കുമ്പോൾ ഈമാൻ കിട്ടി മരിക്കണമെന്ന് പറയുന്നത് അല്ലേ? പറകുട്ടി ഉറങ്ങരുത്. നമ്മൾ അള്ളാഹിനോട് ദുആ ചെയ്യുന്നത് എന്താ? റബ്ബേ, മരിക്കുമ്പോൾ എനിക്ക് ഈമാൻ കിട്ടി മരിക്കണം. ഈമാൻ കിട്ടണമെങ്കിൽ എന്ത് വേണം? അമാനത്ത് ക്ലിയറാക്കണം. ലാ ഈമാന ലിമൻ ലാ അമാനത്ത ലഹു. ശരി, ഈ ബാല്യക്കാരനെ മക്കക്കാർ മുഴുവൻ തമ്മാടികളായ മക്കക്കാർ പോലും അശേഷം ഒരാളില്ലാതെ എല്ലാവരും എന്തു പറഞ്ഞു? അൽ അമീൻ. ദി ഔട്ട്പുട്ട് ഓഫ് യുവർ ലൈഫ്, ഒരു മനുഷ്യൻ്റെ ലൈഫിൻ്റെ ഔട്ട്പുട്ടാണ് എന്ത്? അമാനത്ത്. ഇത് ഈ മനുഷ്യന് ഖുർആൻ വരുന്നതിനെ കൊല്ലങ്ങൾക്ക് മുമ്പുണ്ട്. കിട്ടിയെന്നല്ല, ഉണ്ട്. മനസ്സിലാവേണ്ട പറഞ്ഞത്. ഈ മനുഷ്യനത് എന്നുണ്ടായി എന്ന ചോദ്യം വേണ്ട. ആലമുൽ അർവാഹിൽ അമീനാണ്. അമാനത്ത് എന്താ? ഒരു വ്യക്തിത്വത്തിൻ്റെ ലാഭമാണ് അമാനത്ത്, നിസ്കാരമല്ല. അമാനത്തുള്ളവരെ ഖുർആൻ ആക്ഷേപിച്ചില്ല, നിസ്കരിച്ചവരെ ഖുർആൻ ആക്ഷേപിച്ചിട്ടുണ്ട്. ഫവൈലുൽ ലിൽ അമീനീൻ എന്ന ആയത്തില്ല. എന്നാൽ ഫവൈലുൽ ലിൽ മുസല്ലീൻ എന്ന ആയത്ത് ഉണ്ട്. എന്നാണ് അമീനാവുന്നത്? എന്ന ചോദ്യത്തിന് പോലും അർത്ഥമില്ല. എന്നും അമീനാണ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അമാനത്താണല്ലോ ദീനിന്റെ ലാഭം. അപ്പോൾ ഈ മനുഷ്യന് ദീൻ എന്നോണ്ട്. അപ്പോൾ ഒരു കാഫിർ, വിശ്വസ്തനായ വിശ്വസ്തനായ കാഫിർ എത്ര വിശ്വസ്തനാണെങ്കിലും അമീനാവില്ല. അമാനത്ത് വേണ്ടത് ആരുടെ മേലാണ്? ഒന്നാമത്തെ അമാനത്ത് സ്വന്തം രക്ഷിതാവിനോടാണ്. ഒരു കാഫിറും ആരല്ല? എവിടുന്ന ഒരു കാഫിറും ആരല്ല? അമീനല്ല. ഒരു കാഫിറും സിദ്ദീഖല്ല. എന്തുകൊണ്ട്? സിദ്ദീഖ് എന്നത് സ്വന്തം പടച്ചോനോട് തന്നെയാണ് ആദ്യം വാസ്തവമാക്കേണ്ടത്. നേര് മാത്രം പറഞ്ഞതുകൊണ്ട് ഒരാൾ സിദ്ദീഖാവൂല. എപ്പോഴെങ്കിലും കളവ് പറഞ്ഞതുകൊണ്ട് ഒരാൾ സിദ്ദീഖാവാതിരിക്കൂല്ല. വയജൂസുൽ
വൽകദിബു ഫീ മവാദിഅ, ചില സ്ഥലങ്ങളിൽ കളവ് ജായിസാവും. ഹത്താ യജിബു, ചിലപ്പോൾ വാജിബാവും. ഒരാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരാൾ എന്ത് ചെയ്യാം? എന്തെന്ന് കളവ് പറയാം എന്നല്ല, ഒരാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി കളവ് പറയണം. ഒരു സംഘം ആളുകൾ ഒരു നിരപരാധിയെ ഓടിച്ചു, നിന്റെ വീട്ടിലേക്ക് നീ കയറ്റി. അപ്പോൾ അവർ പിന്നാലെ വന്നു. ഇവിടെ ഓടി വന്നല്ലോ ഒരാൾ. ഇവിടെയോ? ആര്? എന്ത്? അത് പറയൽ നിനക്കവിടെ വാജിബ? പറയേണ്ടി വരുന്നല്ല ഷാഹിലെ, പറയലവിടെ നിർബന്ധാണ്. എന്തിന്? ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷിക്കൽ മറ്റൊരു മനുഷ്യന് നിർബന്ധാണ്. ഒരിക്കൽ കളവ് പറഞ്ഞോ ഇതുകൊണ്ട് ഒരിക്കലും സിദ്ദീഖാവാതിരിക്കൂല. ജീവിതം മുഴുവൻ സത്യം പറഞ്ഞുകൊണ്ട് ഒരാൾ സിദ്ദീഖോട്ട് ആവൂല്ല. സിദ്ദീഖ് ആദ്യമായി സിദ്ദീഖ് ചെയ്യേണ്ടത് ആരോടാണ്? സ്വന്തം ദൈവത്തോടാണ്. അതുകൊണ്ട് കാഫിർ ആരല്ല? സിദ്ദീഖല്ല, അമീനും അല്ല. അലസ്തു ബിറബ്ബിക്കും ഖാലൂ ബല. ഇതാണ് ആദ്യത്തെ അമാനത്ത്. ഈ അമാനത്ത് നിർവഹിക്കാത്തവൻ ആരല്ല? അമീനല്ല. എല്ലാ നിലക്കും അമീനാണ് മുഹമ്മദ്. മുഹമ്മദിൽ ഒരു കാലത്ത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുഫർ മുൻകടന്നിട്ടില്ല. സ്രഷ്ടാവിനോടും സൃഷ്ടിയോടും എല്ലാവരോടും അമാനത്ത് നിർവഹിച്ചവനാണ് ആര്? മുഹമ്മദ്. അതുകൊണ്ട് മുഹമ്മദ് മിനൽ അസലി ഇലൽ അബദ് എന്നും അമീനാണ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ എന്ന് റസൂൽ എന്ന് ദീനുണ്ടായി നബിക്ക് എന്ന ചോദ്യത്തിന് അർത്ഥേ ഇല്ല. എന്നാ നബിയായത് ആദം മണ്ണിൻ്റെയും വെള്ളത്തിൻ്റെയും ഇടയിൽ കടന്നപ്പോഴും നബിക്ക് വേണ്ട സകല യോഗ്യതയും റസൂലിന് വേണ്ട സകല യോഗ്യതയും എന്നിൽ സന്നിവേശിച്ചിട്ടുണ്ട് എന്നാണ് അതിനർത്ഥം. അല്ലാഹു തൗഫീഖ് തരട്ടെ. തല കൊടുത്ത് ചിന്തിക്കണം. ഞാൻ ഈ പറയുന്നത് തല കൊടുത്ത് ചിന്തിക്കണം. അപ്പോൾ പിന്നെ ഞങ്ങൾ നബി പിന്നെ ഹിറായിൽ വെച്ചാണ് റസൂലായത് എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷ കൽപ്പന വരുന്നത് എന്നേനർത്ഥമുള്ളൂ. മുതിർന്ന കുട്ടികൾ അങ്ങനെ മനസ്സിലാക്കണം. എന്ത് മനസ്സിലാക്കരുത്? റസൂൽ എന്നും റസൂലാണ്, എന്നും റസൂലാണ്. മുഹമ്മദ് മുസ്തഫ എന്നും റസൂലാണ്. ഭൗമമണ്ഡലത്തിലേക്ക്, ഭൂമിക്ക് മുകളിലേക്ക് തൻ്റെ സന്ദേശം ഈ ഖുർആനിൽ ഉള്ളടങ്ങിയ 6000 ചില്ലാനം വചനങ്ങളിൽ ഉള്ളടങ്ങിയ സത്യങ്ങൾ എന്തോ നിങ്ങൾ വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ പറയൂല, നല്ല ഉഷാറിലിരിക്കണം. ഈ 6000 ചില്ലാനം ആയത്തുകളിൽ ഉള്ളടങ്ങിയതെന്തോ ആ ഉള്ളടങ്ങിയതെല്ലാം ഒന്നാം ദിവസം നബിയിലുണ്ട്. ഏതൊന്നാം ദിവസം? യൗമ ഖൽഖിഹി. മനസ്സിലായില്ലേ? അവിടുത്തെ ഖൽഖ് എന്ന് തുടങ്ങുന്നു. ഇബ്തിദാഉൽ ഖൽഖ് അവ്വലുൻ നൂർ. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നാണോ നബിയെ പഠിച്ചത് അന്ന് 6000 ചില്ലാൻ ആയത്തും നബിയിൽ ഉള്ളടങ്ങിയിട്ടുണ്ട്. അപ്പൊ നബിക്ക് ഒന്നും ആവശ്യമില്ല, കൽപ്പനക്കനുസരിച്ച് ചെയ്തു. നിസ്കരിക്കാൻ പറഞ്ഞ നിസ്കരിച്ചു. എന്നാൽ നിസ്കാരത്താൽ ഉണ്ടായിത്തീരേണ്ടത് എന്താ? നിസ്കാരത്താൽ ഉണ്ടായി ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാ. അത് നബിയിൽ നേരത്തെ ഉണ്ട്. നിങ്ങൾ ഉഷാറിലാണോ? അതല്ല ഉഷാറിലല്ലേ? നിങ്ങൾ ആദ്യം ഉഷാറിലാണോ അല്ലേ എന്ന് പറയും. നിസ്കാരം ചീത്തയെ തടയും. അപ്പം ചീത്തയെ വിരോധിക്കുക, ഒരു മനുഷ്യൻ്റെ പേഴ്സണാലിറ്റി കൃത്യമാക്കുക, നന്നാക്കുക. ഇതാണല്ലോ നിസ്കാരത്തിൻ്റെ ആന്തരിക ബാധ്യത. ഈ കാര്യം നബിക്ക് നിസ്കാരം വന്നിട്ടുണ്ടായതല്ല, നേരത്തെ തന്നെ ഉണ്ട്. അപ്പം നിസ്കാരിതനാണ്, എന്നും നിസ്കരിക്കുന്നതാണ്. നിസ്കാരത്തിൻ്റെ ലാഭവും ഇല്ലാത്ത ഒരു സെക്കൻഡും ആ സൃഷ്ടിപ്പ് മുതൽ നബിയിലില്ല. നോമ്പ് ഇവിടെ പറഞ്ഞപ്പോൾ തുടങ്ങി. നോമ്പില്ലാത്തൊരു കാലവും നബിക്കില്ല. എന്തിനാ നോമ്പ്? ലഅല്ലക്കും തത്തഖൂൻ. എന്തിനാണ് നോമ്പ്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ മുത്തഖീങ്ങളാകാൻ വേണ്ടി. അപ്പൊ മുത്തഖീങ്ങളാകാൻ വേണ്ടി നമ്മോട് നോമ്പ് നോൽക്കാൻ പറഞ്ഞു. നബിക്കോ മുത്തഖിയാവുക എന്നതിന്റെ സൂപ്പർലേറ്റീവ് പൊസിഷനിൽ അതെന്നോ ഉണ്ട്. പിന്നെ ഇവിടെ വന്ന് നബിയോട് കൽപ്പന പറഞ്ഞപ്പോൾ നോമ്പ് വെച്ചു. നേരത്തെ തന്നെ നോമ്പുണ്ട്, ആ തഖ്വയുണ്ട്. ഹജ്ജോ ഒക്കെ അങ്ങനെ തന്നെയാണ്. എന്തിനാ ഹജ്ജ്? കദിക്രിക്കും ആബാഅക്കും ഔ അശദ്ദ ദിക്റ.
ദിക്ർ, അള്ളാഹുവിനെ പറ്റിയുള്ള വിചാരം, ചിന്ത, ഓർമ്മ, ബോധം. ഇതാണ് ഹജ്ജിൻ്റെ സാരാംശം. അൽ ഹജ്ജു അൽ ഖസ്ദു. ഇത് നേരത്തെ നബിയിലുണ്ട്. സക്കാത്ത്, സക്കാത്ത് എന്താ? സക്കാത്ത് എന്നാൽ സഖാവത്ത് എന്ന ആശയത്തെ അബ്ദിൽ രൂഢമൂലമാക്കലാണ്. അതായത് ധർമ്മം കൊടുക്കുക. കാന അജ്വദന്നാസി ബിൽ ഖൈരി മിന റിയഹിൽ മുർസല. അടിച്ചു വീശുന്ന കാറ്റിനേക്കാൾ ധർമ്മം കൊടുത്തവനാണ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം എല്ലാം ഉണ്ട്, എന്നോണ്ട്. മനസ്സിലായില്ലേ? ചിന്തിക്ക്. അപ്പം റസൂലിന് ആ പറഞ്ഞ വാക്കൊക്കെ ശരിക്കും കുട്ടികൾ മനസ്സിലാക്കണം. റസൂൽ അല്ലാത്തൊരു കാലം നബിക്കില്ല, നബി അല്ലാത്തൊരു കാലം ഇല്ല, സ്വാലി അല്ലാത്തൊരു കാലം ഇല്ല, മുത്തഖി അല്ലാത്തൊരു കാലം ഇല്ല. ഖുർആനിൽ എല്ലാം ഉണ്ട്. ആ ഖുർആൻ മൊത്തം നബിയിലുണ്ട്.